എല്ലാവർക്കും സമുദ്രയാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഹോങ്കോങ്ങിലേക്കാണ്. ദ വൈബ്രന്റ് ഹോങ്കോങ്. വെൽക്കം ടു ദ ചാനൽ ആൻഡ് കീപ് വാച്ചിങ്. ഒരു ബിൽഡിംഗ് ഉണ്ടോ? കൺസെപ്റ്റ് ഹാൾ. ഞാനിപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അവന്യൂ ഓഫ് സ്റ്റാർസ് എന്നാണ്. ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ വ്യത്യാസം ഈ തവണ വന്നപ്പോൾ ഞാൻ കണ്ടു. ഒന്ന് ഞാൻ ഇവിടെ ഇത് നമ്മുടെ ലാസ് വേഗാസിലൊക്കെ പോലെ എന്താ പറയുക, ഫുട് പ്രിൻറ്റും ഹാൻഡ് പ്രിൻറ്റും എല്ലാം നമ്മുടെ ഫ്ലോറിലുള്ളത്. നിങ്ങൾ ലാസ് വേഗാസിൻ്റെ ലോസ് ഏഞ്ചലസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഹോളിവുഡിലെ ലാസ് വേഗസ് അല്ല കേട്ടോ, ഹോളിവുഡ് ലോസ് ഏഞ്ചലസിൽ അവിടെ എല്ലാം താഴെയാണ്. അതായത് ഫ്ലോറിൽ നമ്മൾ നടക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. മൈക്കിൾ ജാക്സനെയും ഇവരെല്ലാവരും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാനൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മാറ്റി. ഇവിടെ അതാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ കംപ്ലീറ്റ്ലി താഴ്ത്തുനിന്ന് മാറ്റി. അതെന്ത് മാറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഇതെല്ലാം ഒരു ന്യൂ മോഡേൺ ആർക്കിടെക്ട് രീതിയിൽ അത് ചെയ്തു വെച്ചേക്കാണത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഹോങ്കോങ്ങിന് ഷാൻഹായ്, ചൈനയിലെ ബേസിക്കലി ചൈനയിലെ വലിയ സിറ്റീസ് ഹോങ്കോങ്, ഷാൻഹായ്, പിന്നെ അധികം പോയിക്കണേ ടിയാൻജിൻ. ഇവിടെയൊക്കെ ബിൽഡിങ്ങുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങും ഓരോ ബിൽഡിങ്ങിനും ഓരോ ആർക്കിടെക്റ്റ് ആയിരിക്കും. അതായത് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ബിൽഡിംഗ് ആയിരിക്കും. ഒരേപോലത്തെ ബിൽഡിംഗ് കാണാനേ പറ്റത്തില്ല. അതുതന്നെയാണ് ഇവിടെ അവർ ചെയ്യാൻ ഹാർബർ സ്കൈ സ്ക്രാപ്പേഴ്സിന്റെ ഒരു പെരുന്നാളാണ് അവിടെ. ദുബായ് വെല്ലും അമാതിരി കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചറെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇത് അവിടുത്തെ ഒരു ക്ലോക്ക് ടവറാണ്. അതിൻ്റെ മുമ്പിൽ കൂടെ നമ്മൾ വന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എത്തിയിരിക്കുകയാണ്. തുടക്കത്തിൽ വന്ന ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സൈഡ് വേ കൂടെ വന്ന് നമ്മൾ ഇങ്ങനെ റൗണ്ട് അടിച്ചെന്നുള്ളൂ. ആ ബിൽഡിങ്ങിൻ്റെ ഇപ്പുറം വരെ എത്തിയിട്ടുള്ളൂ. എന്നുവെച്ചാൽ അതുപോലെയാണ് ഇവർ പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കുറച്ച് നടന്നതായിട്ട് തോന്നും. പക്ഷേ അത്രയും നമ്മൾ നടന്നിട്ടുണ്ട്. ബട്ട് എനിവേ അത് ആ ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തല്ല. ശരിക്കും നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ വട്ടം കറന്ന് കറങ്ങായിരുന്നു ഇത് ഇത്ര നേരം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ബിൽഡിങ് ഉണ്ട്. കണ്ടോ, ഇതാണ് ആ ബിൽഡിങ്. ആ ഒരു ചെരിഞ്ഞ് ഒരു പാത്ത് കണ്ടോ, ഒരു ആ സൈഡ് കണ്ടോ ബോട്ടമിൽ, അത് ആ സെയിം ബിൽഡിങ് തന്നെയാണത്. ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. ഹോങ്കോങ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡുകളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ ഐലൻഡിലേക്കുള്ളതാണ്. പേര് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അത് അവിടെയാണ് ആ സ്കൈ സ്ക്രാപ്പേഴ്സ് കുറേ ഉള്ളത്. പിന്നെ ഇതൊരു ദോ ക്രൂസാന്ന് തോന്നുന്നു. അത് ദോ ക്രൂസാണത്. എന്താ പറയുക, ഒരു പുരാതനമായൊരു പായ്ക്കപ്പൽ പോലെ. അതിനകത്ത് നമുക്ക് പാർട്ടി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു പാക്കേജ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ ബോർഡിങ്ങും ഇവിടെ തന്നെ ഒരു ഡീബാർക്കും ചെയ്യും.
അതൊരു എന്താ പറയുക ഒരു പൈറേറ്റഡ് ഷിപ്പ് പോലെയൊക്കെ ഇല്ലേ, പക്ഷെ നല്ല രസമുണ്ട്. എന്തായാലും അത്ര ഈ ബേയിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അത്ര റഫായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ജേർണി ആയിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന അതാണ് അവിടുത്തെ ഒരു വൺ ഓഫ് ദ ഹയസ്റ്റ് ബിൽഡിങ്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എനിക്ക് ഷൂട്ട് ചെയ്ത് കവർ ചെയ്തെടുക്കാൻ പറ്റാതെ പോയെന്ന് വെച്ചാൽ ഈവനിങ് എല്ലാ ദിവസവും 8 മണിയാകുമ്പോൾ, പണ്ട് കൂടുതലായിരുന്നു, ഇപ്പോൾ അത് കുറവായി വന്നിട്ടുണ്ട്. അവിടെ ഒരു ലേസർ ഷോ ഉണ്ടാവും എല്ലാ ഈ ടോപ്പിലുള്ള ബിൽഡിങ്, അത് ഇപ്പുറത്തെ സൈഡിലുള്ളവരും അപ്പുറത്തെ സൈഡിലുള്ളവരും. പണ്ട് ഇതൊരു മത്സരം പോലെയായിരുന്നു, പക്ഷേ ഇപ്പം റിസഷനും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളും വെച്ചിട്ട് ഇപ്പം ഈ തവണ വന്നപ്പോൾ അത്രയും അധികം കണ്ടില്ല, പണ്ട് കണ്ട അത്രയും. പക്ഷേ ഈവനിങ് ആകുമ്പോൾ ഇവർ ഈ ലേസർ ഷോ അങ്ങ് തുടങ്ങും. അയ്യോ ഒരു രക്ഷയില്ല. ലേസറും കൊണ്ട് പല പല കളറിലും എന്താ പറയുക, കാരണം ഇത്രയും ഹൈറ്റുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് നമുക്ക് എവിടെ നിന്നാലും കാണാൻ പറ്റും. ഒരു 7:45 8 മണി കണ്ടാകുമ്പോൾ തുടങ്ങി മൊത്തം ആകാശത്ത് ഈ കളറുകൾ ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയും ഒരു ആലൊക്കെ കണ്ടോ. നല്ലൊരു രസമാണ് ഈ സൈഡിൽ കൂടെ വാക്കാൻ ഈ നടക്കാനായിട്ട്. നല്ലൊരു പാത്ത് വേയാണ് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് ആർക്കിടെക്ചറാണ്. ഇതിനൊക്കെയാണ് വണങ്ങേണ്ടത്. ഒരു പെട്ടിക്കടയാണത്. പക്ഷേ ആ പെട്ടിക്കടയുടെ മരം കൊണ്ട് ചെയ്യുന്ന ആർട്ട് വർക്കൊക്കെ എന്ത് രസമെന്നൊക്കെ എന്ത് ചെയ്ത് വെച്ചാൽ എന്തൊരു ഐഡിയ എന്നൊക്കെ മാറാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹോങ്കോങ് ഫിലിം ഫെസ്റ്റിവലിന് കൊടുക്കുന്ന ട്രോഫിയുടെ എന്താ പറയുക ഒരു ഇതിൻ്റെ ഷേപ്പാണത്. ഈ സ്ഥലത്ത് വിക്ടോറിയ ഹാർബറിൻ്റെ എന്തൊരു ഗോഡസോ അങ്ങനെ എന്തൊരു സംഭവത്തിൽ അവർ ചെയ്ത് വെച്ചാണത്. പേള് അവരുടെ കയ്യിലെന്തോ പേളുണ്ട്. ഇനി ഇവിടുന്ന് തുടങ്ങി അങ്ങോട്ട് ഫുള്ള് ഇതായിരിക്കും. നിങ്ങൾ ഇനി ശരിക്കും സൂക്ഷിച്ച് നോക്കുക. പലയിടത്തും ഞാൻ പറയാതെ വിടുന്ന പല സ്ഥലങ്ങളിലും ഒത്തിരി ഇതിങ്ങനെ കാണാൻ പറ്റും. പക്ഷേ എനിക്കൊന്ന് പറയാമെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ സ്കൈ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ത് ഭംഗിയാന്നൊക്കെ സ്കൈ ഇത്ര നന്നായിട്ട് കുറച്ച് എഡിറ്റുണ്ട്, എന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്കൈ. പിന്നെ ഇത് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഈ പാമ്പ് പത്തി പിടിച്ച് നിൽക്കണ പോലെ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ അത് വെച്ചാൽ അവിടെ ഒരു ബെഞ്ച് ഉണ്ടാക്കിയിട്ട് ഇതൊരു വമ്പൻ ഐഡിയ ആണ്. നമ്മുടെ എന്താ പറയുക ഈ നാഗമൊക്കെ എന്താ പറയുക ആ സംഭവങ്ങളിങ്ങനെ പത്തി പിടിച്ച് ഇങ്ങനെ നിൽക്കണ പോലെയാണ് ഒരു ഷേപ്പാണത്. എന്നിട്ട് ഇതിൻ്റെ ചെടിയും പടുത്തി കയറ്റിയിട്ട് ഇതിൻ്റെ അടിയിൽ ആൾക്കാർക്ക് ഇരിക്കുകയും ചെയ്യാൻ ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് നല്ല ഐഡിയ അതൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. തുടങ്ങിയ മക്കളെ ഓരോരുത്തരുടെ കൈയുടെ ഇതിപ്പോൾ ഏതൊരു വലിയൊരു ആക്ടറുടെ കൈയുടെ മോഡലാണത്. ഒരു ആക്ട്രസിൻ്റെയാണത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ. പക്ഷേ ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം താഴെ നമ്മളിപ്പോൾ നടക്കണ ഫ്ലോറിലായിരുന്നു ചെയ്തിട്ടുണ്ട്. അതായത് ശരിക്കും അവന്യൂ ഹോളിവുഡിലെ അവിടെ ചെയ്തു വെച്ചേക്കണ പോലെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇവിടെ മാറ്റം വരുത്തി. എന്താ കാര്യം എന്നറിയില്ല. ഇപ്പോൾ എന്താ സംഭവം എന്നല്ല. ചിലപ്പോൾ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കണോണ്ടായിരിക്കും. ഇതൊക്കെ ഓരോരോ ആക്ട്രസിൻ്റെയാണ്. ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ആക്ടേഴ്സിൻ്റെ ഒക്കെ ജാക്കി ചാൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. മിസ് ചെയ്യരുത് ജാക്കി ചാൻ്റെ. അപ്പോൾ അങ്ങനെ കുറേ ആളുകളുടെ ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ അവരുടെ ഹാൻഡിൻ്റെ പ്രിൻ്റ് ഇങ്ങനെ ഇതിലുണ്ടാക്കിയിട്ട് അത് ഇതുമാ വെച്ചേക്കാണ്. അപ്പോൾ എല്ലാവർക്കും വന്ന് കാണാം, വായിക്കാം. അവർ ചിലരൊക്കെ ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങളാണ്. നല്ലൊരു രസമാണത്. എന്താ പറയുക, ഒരു നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും.
ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടത് നമ്മുടെ ചൈനീസ് ആക്ടേഴ്സിൻ്റെ ഒക്കെയാണ് കേട്ടോ. വേറെ ഫോറിൻ ആക്ടേഴ്സിൻ്റെ ഒന്നും കാണുന്നില്ല. ഇതിനു മുമ്പ് വന്നപ്പോൾ അങ്ങനെയൊക്കെ കണ്ടായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ കളഞ്ഞൊന്നും അറിയത്തില്ല, എന്ത് സംഭവം എന്ന് അറിയത്തില്ല. ഇപ്പോൾ കൂടുതലും ചൈനീസ് ഫേമസ് ആക്ടേഴ്സാണ്. എനിക്ക് അവരുടെ പ്രത്യേക പേരുകളും നമുക്കത്ര ഫിലിമായിട്ടത്ര ഡീപ്പ് സിനിമ കാണും എന്നല്ലാതെ അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും കാണും. ചിലപ്പോൾ CD യോ എന്തെങ്കിലും വാങ്ങിച്ചോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്തൊക്കെ കാണും, യൂട്യൂബിലൊക്കെ ഇരുന്ന് കാണാറുണ്ട്. അതല്ലാതെ സിനിമയെ കുറിച്ച് അധികാരമായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് അവർ മോശം കഴിവിൽ എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഞാനും പേര് വിളിക്കാൻ വരരുത്. ഇപ്പം ഈ കണ്ടോ സംഭവത്തിന് ഇതില്ല, അവിടെ ഒരു കൈൻ്റെ ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് പ്രിപ്പറേഷനിലാണത്. അത് പുതിയത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഈ ആക്ടറിൻ്റെ എന്താ പറയുക, ഇപ്പം നമ്മൾ കണ്ടെടുത്തൊക്കെ കൈൻ്റെ ഇതുണ്ട്, ഇവിടെ മാത്രം അതില്ല. ഇവിടെ നല്ല കുറച്ചുണ്ട് അങ്ങനെ. അപ്പോൾ അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ എന്താ പറയുക കൈൻ്റെയോ അല്ലെങ്കിൽ ഫേസിൻ്റെയോ ആ സംഭവം അത് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കുമ്പോൾ ഉടനെ തന്നെ അവരത് വയ്ക്കുകയും ചെയ്യും. കണ്ട മക്കളെ, നിൽക്കണ ചേട്ടനെ ആർക്കെങ്കിലും എന്തെങ്കിലും പിടുത്തം കിട്ടിയോ? ഈ ചേട്ടനെ കാണാനാണ് വന്നത്. ബ്രൂസ്ലി അങ്ങ് നിൽക്കുകയാണ്. ബ്രൂസ്ലിയുടെ എന്താ പറയുക, നിങ്ങളെല്ലാവരും നോക്കിക്കോ, എല്ലാവരും പിക്ചർ എടുക്കുന്നത് ആ ഒരു ഷേപ്പിൽ, എന്താ പറയുക, ആ ഒരു ആക്ഷൻ, ആ ഒരു മോഡലാണ്. എന്താ പറയുക, സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ അത്രയും ലൈവാണത്, അത്രയും ലൈവാണ്. ആരും അങ്ങനെ അല്ലാണ്ട് എടുക്കില്ല, കാരണം അതുപോലെ ലൈവാണ്. ബ്രൂസ്ലിയുടെ ആ ഒരു എന്താ പറയുക സ്റ്റാച്ചു ഭയങ്കര എന്താ പറയുക, ഒരു ശരിക്കും ആളിങ്ങനെ നിൽക്കണം അറിയാം, ഫേസിൽ എക്സ്പ്രഷനും 6 പാക്കൊക്കെ അതാണ് കാണേണ്ടത്. സൂപ്പറാണ് അത്. ഒരു വിരലുമ്പോൾ എങ്ങോട്ട് നിൽക്കണത്
ശരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ ബ്രൂസ്ലി സിനിമയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റാച്ചു ചെയ്തിട്ടുണ്ട്. അതിലവർക്ക് അഭിമാനിക്കാം, 100% അഭിമാനിക്കാം. അത് അങ്ങനെ തന്നെ അവർ എന്താ പറയുക, റിയലൈസ് ചെയ്ത് അവർ വിഷ്വലൈസ് ചെയ്ത് ആ സംഭവം സക്സസ്ഫുൾ ആക്കിയെടുക്കും പറയുന്നത്. പിന്നെ ഞാനത് കുറച്ച് ആർട്ടിക്കിളൊക്കെ വായിച്ചു, എന്തുകൊണ്ടാണ് അവന്യൂ സ്റ്റാർസിൻ്റെ ഇത് ഇങ്ങനെ ഇതായിക്കണേന്ന്, സൈഡിൽ വെച്ചേക്കണേന്ന്, റാമ്പിൽ വെച്ചേക്കണേ. പണ്ട് ഇങ്ങനെ റാമ്പിലായിരുന്നു, ഇപ്പോൾ അതെല്ലാം ഹാൻഡ് റെയിലിൽ വെച്ചേക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു വൺ ഓഫ് ദ മേജർ അട്രാക്ഷനാണ്. ഇപ്പം നിങ്ങൾ കണ്ട കോച്ചുകൾ വന്നിട്ട് കണ്ട ഈ ബസ്സുകൾ ഇവിടെ വന്നിട്ട് നിർത്തിയിടും. അപ്പോൾ ഇതൊന്ന് സാലിസ്ബറി റോഡ് എന്ന് പറഞ്ഞാൽ, ഈ സാലിസ്ബറി റോഡ് എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ്, ഷിംഷാ ഷോയ് ആണ് ഏറ്റവും ഫേമസ്. അതിനകത്ത് തന്നെയുള്ള ഒരു റോഡാണ് സാലിസ്ബറി റോഡ്. ഈ സാലിസ്ബറി റോഡ് എപ്പോഴും ബിസി ആവണതിൻ്റെ കാരണം ഈ കോച്ചുകൾ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ആൾക്കാരെ നിർത്താനും കയറ്റാനും കുറച്ച് സമയം എടുക്കും. എന്തായാലും ഒരു ബസ് ഇത്ര വലിയ ബസ്സിൽ നിന്ന് 10-50 പേര് ഇറങ്ങുമായിരിക്കും, ഒരു 10-15 മിനിറ്റ് എടുക്കും. അങ്ങനെ ഓരോ ബസ് എടുക്കുമ്പോൾ ഒരു ലൈൻ പോവാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ ട്രാഫിക് ഒത്തിരി ഹെവി ആവുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് അതെടുത്ത് മാറ്റിയത്. പിന്നെ ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസിൻ്റെ ഒരു വേർഷൻ കേട്ടോ. പക്ഷേ ശരിക്കും അവർ പറഞ്ഞ വേറൊരു റീസണാണ് എനിക്ക് കുറച്ചുകൂടി എന്താ പറയുക ഒരു സെൻസിബിളായിട്ട് തോന്നിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ ഈ ഇത് വയ്ക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഫ്ലോറിലാണ് സപ്പോസ് ഈ ഹാൻഡ് പ്രിൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും താഴെ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഹോങ്കോങ്ങിലെ ഈ സ്കൈ സ്ക്രാപ്പേഴ്സും ഇതിൻ്റെ ഈ റിച്ച്നെസ്സും ഇപ്പോൾ ഈ കാണുന്ന ഈ റിച്ച്നെസ് ഒന്നും കിട്ടില്ല അതിനകത്ത്. അപ്പോൾ ഈ സംഭവം ഈ ഹാൻഡ് റെയിലാണെങ്കിൽ നമ്മൾ നിന്ന് ഇങ്ങനെ കൈവച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഏതാണ് കിട്ടുന്നത്? ബാക്ക്ഗ്രൗണ്ട് ആ വലിയ സ്കൈ സ്ക്രാപ്പേഴ്സും ഒക്കെയാണ്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഈ സംഭവത്തെ ഇത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാണ് അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തതാണെന്ന് പറഞ്ഞത്. അതൊരു വമ്പൻ ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നവരാരും അവർ മാത്രം ഹാൻഡ് മാത്രം എടുക്കില്ല. എങ്ങനെ പോയാലും എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ആ ഒരു ഷോർ ലൈനും ഇതൊക്കെ കിട്ടും. ഒരു റോൾസ് റോയ്സ് എടുക്കുന്നുണ്ട. പിന്നെ ഹോങ്കോങ് സൂപ്പർ റിച്ചാണ്, ഒന്നും പറയാനില്ല. റോൾസ് റോയ്സും സൂപ്പർ കാർസൊക്കെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ഞാനൊരു 5 മിനിറ്റോടെ പോയി നിന്നപ്പോഴേക്കും കണ്ടു. പിന്നെ നമ്മൾ പോണ സാലിസ്ബറി റോഡിൽ നിന്ന് തന്നെ ഇവിടെ 1-2 ഹോട്ടലൊക്കെ ഉണ്ട്, ഭയങ്കര ഫേമസ് ഹോട്ടലൊക്കെയാണത്. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലുള്ള ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും റോൾസ് റോയ്സോ അല്ലെങ്കിൽ ബെൻറ്റ്ലിയോ അങ്ങനെ സൂപ്പർ കാറുകൾ, അതായത് മോസ്റ്റ് ലക്ഷറിയസ് കാറുകളായിരിക്കും, ബാക്കൊക്കെ ആയിരിക്കും എപ്പോഴും അവിടെ കിടക്കുന്നത്. ഹോങ്കോങ്ങിലെ വിശേഷങ്ങൾ തീരുന്നില്ല, ഒരു എപ്പിസോഡ് കൊണ്ടുണ്ട്. എല്ലാവരും കാണുക, എൻജോയ്, അഭിപ്രായങ്ങൾ അറിയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.